2024 SSLC പരീക്ഷാ ഫലം. ചിട്ടയായ അധ്യാപനത്തിലൂടെയും അച്ചടക്കത്തോടുകൂടിയ പഠന പ്രവർത്തനങ്ങളിലൂടെയും 2024 മാർച്ചിൽ നടന്ന SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കുകയും പരീക്ഷ എഴുതിയ 198 വിദ്യാർത്ഥികളിൽ 25 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുകയും ചെയ്തു. അധ്യാപക അനധ്യാപക വിരമിക്കലും സ്ഥലം മാറ്റവും. ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്ന ശ്രീ റെജി തോമസ് ചിങ്ങവനം സെന്റ് തോമസ് ഹൈസ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോവുകയും കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ശ്രീ കുര്യാക്കോസ് മാത്യു ഈ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി ചാർജ് എടുക്കുകയും ചെയ്തു. ഓഫീസ് അസിസ്റ്റന്റ് ആയിരുന്ന ശ്രീ മാത്തുക്കുട്ടി കെ, സീവിംഗ് അധ്യാപികയായിരുന്ന ശ്രീമതി ഷേർലി സൈമൺ എന്നിവർ വിരമിച്ച ഒഴിവിലേക്ക് ശ്രീമതി ജോയ്സ് കുര്യനും ശ്രീമതി ശില്പ ജോർജും നിയമിതരായി. ശ്രീ ടോണി ജോൺ, ശ്രീ അഖിൽ വി ടോം, ശ്രീമതി സ്മിത മോൾ ജോർജ്, ശ്രീമതി മഞ്ജു സൈമൺ, ശ്രീമതി ടിഞ്ചുമോൾ ദാസ്, ശ്രീ സിബി തോമസ്, ശ്രീമതി ടിഫി തോമസ് എന്നിവർ സ്കൂളിൽ നിന്നും ട്രാൻസ്ഫറായി പോവുകയും തൽസ്ഥാനങ്ങളിലേക്ക് ശ്രീ സോജി സൈമൺ, റെവറൻ ഫാദർ ബോബി ജോസ് കുര്യൻ, ശ്രീ അജേഷ് ജോസ്, ശ്രീമതി ജിൻസി അലക്സ്, ശ്രീ ഷാരു സോജൻ, ശ്രീ കുര്യാക്കോസ് കെ എന്നിവർ നിയമിതരാവുകയും ചെയ്തു. അക്കാദമിക പ്രവർത്തനം. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ 25 ഡിവിഷനുകളിലായി പഠിക്കുന്ന 810 വിദ്യാർത്ഥികളാണ് സെന്റ് തോമസ് ഹൈസ്കൂളിന്റെ അമൂല്യ നിധികൾ. പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളർച്ചയുടെ പാതയിലേക്ക് കുതിക്കുന്ന ഈ വിദ്യാലയം സമൂഹത്തിലെ നാനാജാതി വിഭാഗങ്ങളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നു. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് രാവിലെയും വൈകിട്ടും പ്രത്യേക ക്ലാസുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന അപ്പർ പ്രൈമറി വിഭാഗം കുട്ടികൾക്ക് വൈകുന്നേരം റെമഡിയൽ ക്ലാസുകൾ PTA സഹായത്തോടുകൂടി നടത്തുകയും ചെയ്യുന്നു. മിഡ് ടേം, ടേം പരീക്ഷകളോടൊപ്പം തന്നെ കൃത്യമായി നടത്തപ്പെടുന്ന ക്ലാസ് ടെസ്റ്റുകളും കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നു. പ്രവേശനോത്സവം. 2024 ജൂൺ 3-ാം തീയതി സ്കൂൾ മാനേജർ റെവറൻ ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി അധ്യക്ഷത വഹിച്ച പ്രവേശനോത്സവം കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോണി തോട്ടുങ്കൽ ഉദ്ഘാടനം ചെയ്തു. അത്യന്തം വർണ്ണാഭമായ ചടങ്ങിൽ വാർഡ് മെമ്പർ ശ്രീ ജോയി കൊട്ടായിലും PTA MPTA പ്രസിഡന്റുമാരും പങ്കെടുത്തു. വിവിധ കലാപരിപാടികളോടെ നടത്തപ്പെട്ട പ്രവേശനോത്സവത്തിനൊടുവിൽ എല്ലാവർക്കും പായസം വിതരണം ചെയ്തു. ഈ അധ്യയന വർഷത്തെ ആദ്യ ജനറൽ PTA 9/7/2024 സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. കോട്ടയം സെന്റ് ആൻസ് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് റെവറൻ സിസ്റ്റർ പ്രിയ എല്ലാ മാതാപിതാക്കൾക്കും ക്ലാസ് നൽകി. മന്നാട്ടുപറമ്പിൽ ശ്രീ തോമസ് ജോളി ദമ്പതികൾ സന്നിഹിതരായിരുന്നു. തുടർന്ന് 2024-2025 വർഷത്തേക്കുള്ള പുതിയ PTA അംഗങ്ങളെ തിരഞ്ഞെടുത്തു. പുതിയ PTA പ്രസിഡന്റായി ശ്രീ ജോസ് ലൂക്കോസ്, PTA വൈസ് പ്രസിഡന്റായി ശ്രീ ജോജി പി ജോസഫ്, MPTA പ്രസിഡന്റായി ശ്രീമതി സുനിത പ്രവീൺ, MPTA വൈസ് പ്രസിഡന്റായി ശ്രീമതി അമ്പിളി ബിനീഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. ദിനാചരണങ്ങൾ. ജൂൺ 5 പരിസ്ഥിതി ദിനം. SPC, NCC, PTA അധ്യാപകർ എന്നിവർ ചേർന്ന് കല്ലറ സിറ്റിയിലൂടെ മരമാരത്തോൺ സംഘടിപ്പിക്കുകയും സ്കൂൾ മുറ്റത്ത് മരം നടുകയും ചെയ്തു. യോഗാ ദിനം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആർട്ട് ഓഫ് ലിവിംഗ് പ്രവർത്തകനായ ശ്രീ കൃഷ്ണഗോപാൽ ക്ലാസ് നയിക്കുകയും NCC, SPC കേഡറ്റുകൾ യോഗയിൽ പങ്കെടുക്കുകയും ചെയ്തു. ലഹരി വിരുദ്ധ ദിനം. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ തെരുവ് നാടകം സംഘടിപ്പിക്കുകയും ശ്രീ കണ്ണദാസ് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകുകയും ചെയ്തു. വായനാ ദിനം. വിവിധ മത്സരങ്ങളോടെ സ്കൂളിൽ വായനാ ദിനം ആചരിക്കുകയും പുസ്തക വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഒളശ ഗവൺമെന്റ് അന്ധവിദ്യാലയത്തിൽ ചെന്ന് പുസ്തകങ്ങൾ വായിക്കുകയും പാട്ടുകൾ പാടുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു. സ്കൂൾ പേട്രൺസ് ഡേ.
2024 ജൂലൈ 2 സ്കൂൾ മധ്യസ്ഥന്റെ ദിനാഘോഷം നടത്തി. ഒപ്പം തന്നെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും KCSL സംഘടനയുടെയും സംയുക്തമായി ഉദ്ഘാടനം റവറൻ ഫാദർ ജോൺ ചൊള്ളാനി കപ്പൂച്ചിൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീ ജോജി ജോസഫ്, MBTA പ്രസിഡന്റ് ശ്രീമതി നിഷ ദിലീപ്, അസിസ്റ്റന്റ് വികാരി ഫാദർ എബിൻ ഇറപ്പുറത്ത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തുകയും ചെയ്തു. പാരീസ് ഒളിമ്പിക്സ് 2024 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒളിമ്പിക് ദീപശിഖ തെളിയിക്കുകയും ഒളിമ്പിക് വളയങ്ങൾ ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികൾ തീർക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനം റിട്ടയർഡ് കേണൽ ശ്രീ ജോസ് കുര്യൻ വിശിഷ്ടാതിഥിയായി എത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ദേശീയത ഉണർത്തുന്ന വിവിധ കലാപരിപാടികളോടെ സ്വാതന്ത്ര്യദിനാഘോഷം ഏറെ ഭംഗിയുള്ളതാക്കുവാൻ അധ്യാപകരും PTA അംഗങ്ങളും വിദ്യാർത്ഥികളും ശ്രമിച്ചു. അധ്യാപക ദിനം ഏറെ വ്യത്യസ്തതകളോടെ അധ്യാപക ദിനം ആഘോഷിച്ചു. 2023 മലയാള ചലച്ചിത്ര അവാർഡിൽ മികച്ച ശബ്ദമിശ്രണത്തിനുള്ള കേരള സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡ് വാങ്ങിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ ശരത് മോഹൻ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് ആദരം നൽകിയതോടൊപ്പം തന്നെ അദ്ദേഹം തന്റെ അധ്യാപകനായിരുന്ന ഈ സ്കൂളിലെ റിട്ടയർഡ് കലാധ്യാപകൻ ശ്രീ രഘുസാറിന് പൊന്നാട അണിയിക്കുകയും ചെയ്തു. ശിശുദിന റാലിയും ചാച്ചാജി മത്സരവും വിവിധ കലാപരിപാടികളും ഫ്ലാഷ് മോബും മലയാളി അംഗ മത്സരവും പുരുഷ കേസരി മത്സരവും ക്വിസ് മത്സരവും നടത്തി ശിശുദിനാഘോഷം ഏറെ മനോഹരമാക്കുവാൻ എല്ലാവരും ശ്രമിച്ചു. ഓണാഘോഷം സ്കൂളിൽ വിവിധ മത്സരങ്ങളോടൊപ്പം മഹാബലിയും വാമനനും പുലികളിയും തിരുവാതിരയും ഓണപ്പാട്ടുകളുമായി ഓണാഘോഷം നടന്നു. 800 പേർക്കുള്ള ഓണസദ്യയും ഒരുക്കി. പൂക്കളവും വടംവലിയും PTA-ക്കാരുടെ മത്സരങ്ങളുമെല്ലാം ആഘോഷത്തിന് മാറ്റുകൂട്ടി. സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട കണ്ടാരപ്പള്ളിൽ സ്റ്റീഫൻ അച്ഛൻ ഓണസന്ദേശം നൽകി. ക്രിസ്മസ് ആഘോഷം സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ശ്രീ UK സ്റ്റീഫൻ സാർ വിശിഷ്ടാതിഥിയായി ക്രിസ്മസ് ദിന സന്ദേശം നൽകി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളി, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോണി തോട്ടുങ്കൽ, വാർഡ് മെമ്പർ ശ്രീ ജോയി കോട്ടായിൽ, PTA പ്രസിഡന്റ്, MBTA പ്രസിഡന്റ് എന്നിവർ സന്നിഹിതരായിരുന്നു. 70 പേരടങ്ങുന്ന കരോൾ ഗാനം കുട്ടികൾ ആലപിച്ചു. ഡാൻസും പാപ്പാമാരുടെ സൈക്കിൾ സ്ലോ റേസ് മത്സരവും സംഘടിപ്പിച്ചു. തുടർന്ന് എല്ലാവർക്കും ക്രിസ്മസ് മധുരവും നൽകി. സ്കൂൾ കലോത്സവം പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ ശ്രീ ജയൻ B എഴുമാന്തുരുത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ സ്റ്റീഫൻ കണ്ടാരപ്പള്ളിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PTA, MBTA പ്രസിഡന്റുമാർ ആശംസകൾ അർപ്പിച്ചു. ശാസ്ത്ര കലാ മേളകൾ സബ് ജില്ലാ തലങ്ങളിൽ കല്ലറ സെന്റ് തോമസ് ഹൈസ്കൂളിലെ 100ഓളം വിദ്യാർത്ഥികൾ വിവിധ ശാസ്ത്ര കലാ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. ഹൈസ്കൂൾ വിഭാഗം പൂരക്കളിയിൽ A ഗ്രേഡോടുകൂടി 2ാം സ്ഥാനം നേടി. പഠന വിനോദയാത്ര ഈ വർഷത്തെ പഠന വിനോദയാത്ര മൈസൂർ, ഊട്ടി എന്നിവിടങ്ങളിലേക്ക് സംഘടിപ്പിച്ചു. 118 കുട്ടികളോടൊപ്പം 12 അധ്യാപകരും ചേർന്ന് നടത്തിയ ഈ യാത്ര ഏറെ ആനന്ദകരമായിരുന്നു. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ NCC 16ാം കേരള ബറ്റാലിയൻ യൂണിറ്റിന്റെ കീഴിൽ നമ്മുടെ സ്കൂളിന് അനുവദിച്ചു കിട്ടിയ NCC യൂണിറ്റ് വളരെ ചിട്ടയോടും കാര്യക്ഷമമായും പ്രവർത്തിക്കുന്നു. 2 ബാച്ചുകളിലായി 100 കേഡറ്റുകളാണ് നമുക്കുള്ളത്. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടന്ന നാഷണൽ ക്യാമ്പിൽ കുമാരി അഞ്ജലി കൃഷ്ണ, കുമാരി അനുശ്രീ R, മാസ്റ്റർ ഓസ്റ്റിൻ അലക്സ് എബി എന്നിവർ പങ്കെടുത്തു. വിവിധ ദിനാഘോഷങ്ങൾക്കൊപ്പം NCCയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നത് നമ്മുടെ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ശ്രീ ഫിൽമോൻ തോമസ് ആണ്. SPC 2013 ആരംഭിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് നമ്മുടെ സ്കൂളിന്റെ അഭിമാനമാണ്. ഓരോ വർഷവും 44 കേഡറ്റ്സ് പരിശീലനം പൂർത്തിയാക്കി പാസ് ഔട്ട് ചെയ്യുന്നു. വിവിധ പ്രവർത്തനങ്ങളിലൂടെ SPCയിൽ കേഡറ്റുകൾക്ക് വേണ്ട വ്യക്തിത്വ വികസനവും സേവന സന്നദ്ധതയും ഉറപ്പുവരുത്തുന്നു. CPO ആയി ജിമിൽ ബേബി സാറും ACPO ആയി മിനിമോൾ KM ടീച്ചറും SPCയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ് നമ്മുടെ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ വർഷം 8 കുട്ടികളാണ്
ദ്വിതീയ പരീക്ഷ പാസ്സായിരിക്കുന്നത്. രാജ്യ പുരസ്കാരം നേടിയ 4 കുട്ടികൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലുമായി ഇപ്പോൾ പഠിക്കുന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡിലെ കുട്ടികൾക്ക് പതിതർക്ക് പാഥയം എന്ന പേരിൽ മേമുറി ആശാഭവനിൽ എല്ലാ മാസവും ഒരു ദിവസം 75 പൊതിച്ചോർ വിതരണം ചെയ്യുന്നു. കുട്ടികൾ അവിടെ സന്ദർശിക്കുകയും കലാപരിപാടികൾ നടത്തുകയും ചെയ്യുന്നു. പച്ചക്കറി കൃഷി ചെയ്യുന്നതിലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ മുന്നിട്ട് നിൽക്കുന്നു. ജൂനിയർ റെഡ് ക്രോസ് ആരോഗ്യം, സേവനം, സൗഹൃദം എന്നീ ലക്ഷ്യം മുൻനിർത്തി 20ഓളം കുട്ടികൾ റെഡ് ക്രോസിൽ പ്രവർത്തിക്കുന്നു. ശ്രീമതി സിജിമോൾ എൽ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നു. ഹെൽത്ത് ക്ലബ്ബ് കല്ലറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെയും സിസ്റ്റേഴ്സിന്റെയും സഹായത്തോടെ കുട്ടികൾക്ക് ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ സമയാസമയങ്ങളിൽ നൽകി വരുന്നു. കൂടാതെ ആഴ്ചയിൽ ഒരു ദിവസം നേഴ്സിന്റെയും കൗൺസിലറുടെയും സേവനം ലഭിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ശാരീരിക വളർച്ചയുടെ ഭാഗമായുള്ള ക്ലാസുകളും നൽകി വരുന്നു. ഇതിന് ശ്രീമതി നിഷ മാത്യു നേതൃത്വം നൽകുന്നു. ഉച്ചഭക്ഷണ പദ്ധതി ഈ അധ്യയന വർഷത്തിൽ 445 കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള പോഷകസമൃദ്ധമായ ആഹാരം കുട്ടികൾക്ക് നൽകി വരുന്നു. ശ്രീമതി ജിൻസി അലക്സ്, സിസ്റ്റർ ജോളി കെയോ എന്നിവർ ഉച്ചഭക്ഷണ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നു. ശ്രീമതി കുഞ്ഞുമോൾ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നു. KCSL നമ്മുടെ സ്കൂളിനെ ആത്മീയമായി വളർത്തുന്നതിനായി മുഖ്യ പങ്ക് വഹിക്കുന്ന കത്തോലിക്ക വിദ്യാർത്ഥികളുടെ സംഘടനയാണ് KCSL. അതിരൂപത തലത്തിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. സിസ്റ്റർ റീന ജോസഫ്, ശ്രീമതി മാരിയറ്റ് സജി എന്നിവർ ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നു. ലിറ്റിൽ കൈറ്റ്സ് ICT സാധ്യതയുടെ കൂടുതൽ മേഖലകൾ കുട്ടികളെ വിശദമായി പരിചയപ്പെടുത്തുന്നതിനായി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു. 90 കുട്ടികളടങ്ങിയ യൂണിറ്റിന് ശ്രീ തോമസ് ലൂക്കോ സാറും സിസ്റ്റർ ആൽബിയും നേതൃത്വം നൽകുന്നു. വിവിധ ഹൗസുകൾ ആരോഗ്യകരമായ മത്സരം കുട്ടികളിൽ വളർത്തുന്നതിനായി കുട്ടികളെ ബ്ലൂ, ഗ്രീൻ, റോസ്, യെല്ലോ എന്നിങ്ങനെ 4 ഹൗസുകളായി തിരിച്ചിരിക്കുന്നു. ഓരോ ഹൗസിന്റെയും നേതൃത്വം 2 അധ്യാപകർക്ക് നൽകി വരുന്നു. കായിക മത്സരങ്ങളിൽ ലഭിക്കുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഹൗസിനെ കണ്ടെത്തുന്നു. ഈ വർഷം നടന്ന മത്സരങ്ങളിൽ ബ്ലൂ ഹൗസ് ഏറ്റവും മികച്ച ഹൗസായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 2ാം സ്ഥാനം കരസ്ഥമാക്കിയത് യെല്ലോ ഹൗസാണ്. സ്കൂൾ കായിക ദിനം 4 ഹൗസുകൾ വർണ്ണാഭമായി മാർച്ച് പാസ്റ്റ് കല്ലറ സെന്റ് തോമസ് പള്ളിയിൽ നിന്നും സ്കൂൾ ഗ്രൗണ്ടിലേക്ക് നടത്തുകയും MBTA പ്രസിഡന്റ് ശ്രീമതി സുനിത പ്രവീൺ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു. ഇന്റർനാഷണൽ ജാവലിൻ ത്രോ മെഡലിസ്റ്റ് ശ്രീ വിനീത് പടന്നമാക്കിൽ ഉദ്ഘാടനം നിർവഹിച്ചു. റവറൻ ഫാദർ എബിൻ ഇറപുറത്ത് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളിൽ മാലിന്യ സംസ്കരണത്തിന്റെ സംസ്കാരം വളർത്തുന്നതിനായി ഡ്രിങ്ക് പ്ലാസ്റ്റിക് എന്ന പദ്ധതിയും സ്വഭാവ രൂപീകരണത്തെയും അച്ചടക്കത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലഞ്ച് വിത്ത് HM എന്ന പദ്ധതിയും ഈ വർഷം പുതിയതായി ആരംഭിച്ചു. ഈ വിദ്യാലയത്തിന്റെ വളർച്ചയിൽ സഹായിച്ച എല്ലാ മനുഷ്യരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഈ സ്കൂളിന്റെ പേരും പ്രശസ്തിയും ജില്ലാ, സംസ്ഥാന, നാഷണൽ തലങ്ങളിൽ എത്തിച്ച വിദ്യാർത്ഥികൾ നമുക്ക് ഏറെ അഭിമാനകരമാണ്.